ലക്ഷദ്വീപ് അഡ്വഞ്ചേഴ്സിന്റെ സ്കൂബ ഡൈവിങ്ങിന്റെ സ്പോട്ടാട്ടാ. ലക്ഷദ്വീപിൽ വന്നു കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനമായിട്ട് കാണേണ്ട സംഭവമാണ് സ്കൂബയ്ക്ക് പോയില്ലെങ്കിൽ പിന്നെ ഇവിടെ വന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല. പക്ഷെ ഇവിടുത്തെ കടലിന്റെ ക്ലാരിറ്റി അതൊരു രക്ഷയില്ലാത്ത സംഭവമാണ്. പല സ്ഥലങ്ങളിലും നമ്മളെ ചില അക്വേറിയങ്ങൾ കാണുമ്പോൾ നമുക്ക് കൊതിയാവും. അത്രയും ക്ലീൻ വാട്ടറിൽ അത്രയും ഭംഗിയുള്ള നല്ല കളറുകളിലുള്ള മീനുകൾ കാണുമ്പോൾ അതാണ് ഇവിടുത്തെ അവസ്ഥ. സ്കൂബയ്ക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ ആ അക്വേറിയത്തിൽ ഇറങ്ങിയ പോലെ. ഞാനും എൻ്റെ ഫാമിലി ലക്ഷദ്വീപിൽ സ്കൂബയ്ക്ക് പോയതാട്ടാ ഇന്നത്തെ വീഡിയോ വരെ കണ്ടന്റ്. പിന്നെ ഡാഡിക്കും അമ്മച്ചിക്കും നല്ലൊരു സർപ്രൈസാണ് കൊടുത്തു. അവരുടെ 31ാം വിവാഹ വാർഷികത്തിന് കടലിനെ നടുക്കിൽ വെച്ച് കേക്കാണ്ട മുറിച്ച്. ഈ ഒറ്റ വീഡിയോയിൽ നമുക്ക് 2 സ്കൂബ ഡൈവിംഗ് കാണാം. 2 തരത്തിലുള്ള സ്കൂബ ഡൈവിംഗ് ഉള്ള ഇവിടെ. ഒന്ന് 4 മീറ്റർ താഴെ പോകുന്ന ഒരു ഫ്രീ ഡൈവും പിന്നെ 12 മീറ്ററിന്റെ ഒരു ഡൈവായിട്ടുള്ള. നമ്മൾ ഇന്ന് 2ഉം പോകുന്നുണ്ട്. ഇന്നിപ്പോൾ നമ്മളൊരു 7:45 ഇവിടെ എത്തിയിട്ടുണ്ട്. 7:45 എത്തി കഴിഞ്ഞാൽ നമുക്കൊരു ചെറിയ ബ്രീഫ് ഉണ്ട് ഇവിടെ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ചെറിയ ബ്രീത്തിങ് പ്രാക്ടീസ് ഉണ്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നേരെ കടലിലേക്ക് പോവാണ്. കടലിൻ്റെ ഉള്ളിലത്തെ അടിപൊളി മീനുകളുടെയും കോറൽസിൻ്റെ ഒക്കെ അടിപൊളി വിഷ്വൽസ് ഉണ്ട്. ഒരു രക്ഷയില്ലാത്ത സംഭവങ്ങളാണ്, നിങ്ങൾ മിസ്സാക്കരുത്. പാടി എന്ന ഇന്റർനാഷണൽ സ്കൂബ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ സർട്ടിഫിക്കേഷനൊക്കെ ഈ ടീമിനുണ്ട് കേട്ടോ. അതുകൊണ്ട് നമ്മൾ ഇവിടേക്ക് തന്നെ വന്നത്. ഇവർ പക്ക ട്രെയിനിങ് ലഭിച്ചിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അതുകൊണ്ട് നമുക്ക് സേഫ്റ്റിയുടെ കാര്യത്തിൽ പേടിക്കേണ്ട ആവശ്യമില്ല. ഈ കയറ് വരുമ്പോൾ ഈ ലെഫ്റ്റ് സൈഡിൽ കണ്ട ഒരു സ്വിമ്മിംഗ് പൂളാട്ടാ. ഇങ്ങനെയും സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കാന്നുള്ള കാര്യം ഞാൻ അന്ന് അറിഞ്ഞു. സ്കൂബ അഡ്വഞ്ചേഴ്സിന്റെ സ്റ്റോർ റൂമായിട്ട് നമ്മൾ കാണുന്നത്. ഇതാണ് സ്കൂബയ്ക്ക് യൂസ് ചെയ്യുന്ന ഫിൻസും ജാക്കറ്റ് പിന്നെ അതിൻ്റെതായ ടൂൾസും ഒക്കെ. ഇവരുടെ ഓഫീസിലേക്ക് നേരെ കയറി ചെല്ലുമ്പോൾ തന്നെ നമുക്ക് ചുമരുമ പാഡി ഇൻസ്റ്റിറ്റ്യൂഷനിൽ കിട്ടി സർട്ടിഫിക്കറ്റ് കാണാൻ പറ്റൂട്ടാ. പിന്നെ ഈ റൂമിൽ നമുക്കൊരു വീഡിയോ പ്രസന്റേഷനും ചെറിയ ക്ലാസ് ഒക്കെ എടുത്തു തരും. എത്ര എക്സ്പീരിയൻസ് ഉള്ള ഡോക്ടേഴ്സ് ആണെങ്കിലും ഓപ്പറേഷന് മുന്നേ നമ്മൾ സൈൻ ചെയ്യിപ്പിക്കാറില്ല. ആ പരിപാടി ഇവിടെ ഉണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മൾ പോകുന്നത് ബ്രീത്തിങ് പ്രാക്ടീസിനാണ്. വെള്ളത്തിനടിയിൽ കാലെത്താവുന്ന ദൂരത്തിൽ. എൻ്റെ ഒപ്പം എൻ്റെ അളിയനും അനിയത്തിയും കേട്ടാ. ഞങ്ങള് 3 പേരായിട്ട് പോണേ. ഈ ബ്രീത്തിങ് പ്രാക്ടീസ് നൽകുന്ന സ്ഥലത്ത് നമുക്ക് ചെസ്റ്റ് വരെ വെള്ളം ഉണ്ടാവുള്ളൂ കേട്ടാ. നമ്മുടെ കൂട്ടത്തിൽ ഏറ്റവും പേടിയുള്ള ആളെയാണ് ഏറ്റവും ഫസ്റ്റ് ബ്രീത്തിങ് പ്രാക്ടീസിന് ഇറക്കുക. എന്റെ സിസ്റ്ററിനെ കേട്ടാ ആദ്യം ഇറക്കാൻ പോണ. ഗാഡ്ജറ്റ്സ് ഒക്കെ ഇട്ട് സെറ്റ് ആയിരിക്കാണ്. അങ്ങനെ നമ്മൾ ജില്ലേനെ മുക്കാൻ പോവാട്ടാ. 3, 3, 2. വെള്ളത്തിനടി പോയാൽ നമുക്ക് സംസാരിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് നമ്മുടെ ഒപ്പം വന്ന ഗഡിയോട് നമ്മുടെ ആവശ്യങ്ങളൊക്കെ നമ്മൾ അറിയിക്കുന്നത് ഈ ഹാൻഡ് സിഗ്നലുകളോടാണ്. എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും പേടിയുള്ളവരാണ് ഏറ്റവും പെട്ടെന്ന് ഈ പ്രാക്ടീസ് പൂർത്തിയാക്കുന്നത്. അടുത്ത പോലെ നമ്മുടെ അളിയനാട്ടാ. അങ്ങനെ അളിയന് മുങ്ങി. പക്ഷെ മുങ്ങിയേക്കാൾ പെട്ടെന്ന് ആള് പൊങ്ങി വന്നു. എന്നാലും നമ്മുടെ ഒപ്പമുള്ള ഇൻസ്ട്രക്ടേഴ്സ് നല്ല കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്യും. നമുക്ക് എല്ലാം പറഞ്ഞു തരും. പിന്നെ എല്ലാം സെറ്റായിട്ട് ഞങ്ങൾ ബോട്ടിലൊക്കെ കയറിയ ഒരു യാത്രയാണ് കടലിലേക്ക്. ആ യാത്ര തന്നെ അടിപൊളിയായിട്ട്. ആ ഓളങ്ങളിലൊക്കെ മുറിച്ച് ബോട്ട് ഇങ്ങനെ പോകുമ്പോൾ അടിപൊളിയാണ്. എന്താ ഫീൽ എന്നറിയാം. ലഗൂണിൻ്റെ തന്നെയുള്ള 3 മീറ്ററോളം താഴെ പോകുന്ന ഫ്രീ ഡൈവ് ആണ് കേട്ടോ ഞാനും ഡാഡി അമ്മച്ചൊക്കെ ചെയ്യുന്നത്. നമ്മുടെ ഒപ്പം ഓരോരുത്തരുടെ കൂടെ ഒരാളും പിന്നെ ക്യാമറയ്ക്ക് വേറൊരു സെപ്പറേറ്റ് ആളും നമ്മുടെ ഒപ്പം വരുന്നുണ്ട് കേട്ടോ. ഇവനൊക്കെ കടലിലേക്ക് മലർന്നടിച്ച് വരുന്നതാണ് കേട്ടോ. ഇതുപോലെ ചാടി ഇറങ്ങാന്നൊന്നും വിചാരിക്കണ്ട കേട്ടോ. ഇവരൊക്കെ ഫിൻസും ഓക്സിജൻ സിലിണ്ടറും ഒക്കെ ഇടുന്നത് തന്നെ കടലിൽ പൊങ്ങി കിടന്നു കേട്ടോ. എന്ന് വെച്ച് ഒന്നും പേടിക്കാനില്ല. നമുക്ക് സേഫായിട്ട് ഇറങ്ങാനുള്ള ഒരു ലാഡറും പിന്നെ ഈ സംഭവങ്ങളൊക്കെ നമ്മുടെ മേത്ത് ഇട്ടുതരാനായിട്ട് നമ്മുടെ ഗഡികൾ നമ്മുടെ ബാക്കിലുണ്ട്. ഈ ലാഡറിന്റെ അവസാനത്തെ പടിന്ന് കാലെടുക്കാൻ ഇച്ചിരി പേടിയുണ്ടെങ്കിലും എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഈ ജാക്കറ്റിനുള്ള സിസ്റ്റം കാരണം നമ്മൾ മുങ്ങിപ്പോവില്ലാന്ന്. അങ്ങനെ ഡാഡി കടലിൽ ഇറങ്ങിയിട്ടാ. ഇനി അടുത്തത് നമ്മുടെ അമ്മച്ചാണ്. അമ്മച്ച അവിടെ ഇറങ്ങാൻ വേണ്ടി സെറ്റ് ആയിട്ടിരിക്കുകയാണ്. അമ്മച്ചും ഞാനും ഇറങ്ങി കഴിഞ്ഞാൽ നമ്മളെല്ലാവരും കൂടിയിട്ട് ലഗൂണിന്റെ ഉള്ളത്തെ അടിപൊളി കാഴ്ചകൾ കാണാൻ പോവാട്ടാ. കടലിലേക്ക് ഇറങ്ങുന്ന സമയത്ത് അമ്മച്ചിക്ക് നല്ല പേടിയുണ്ടെന്ന് അമ്മച്ചിയുടെ ഈ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനിയുള്ള കാഴ്ചകൾ നിങ്ങളുടെ ജീവിതത്തിൽ ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലായിരിക്കും. അത്രയും അടിപൊളി കളർഫുൾ ആയിട്ടുള്ള ലഗൂണിന്റെ ഉള്ളത്തെ മീനുകള്, കോറൽസ്, ജീവനുള്ള ചെടികള്. ആഹാ. നമ്മൾ സ്കൂബ ഡൈവിന് പോകുമ്പോൾ കടലിനടിയത്തെ കുറെ അത്ഭുതങ്ങൾ നമ്മൾ കാണൂട്ടാ. ഈ ചെടി നമ്മുടെ കൈ മുട്ടുന്നേ
ഒരു വർഷം മുന്നേ വരികയാണെങ്കിൽ നമ്മൾ ഈ ബ്രെഡിന്റെ പാക്കറ്റ് കൊണ്ടുവരും, അതിനെ ഓട്ടി ഉണ്ടാക്കിയിട്ട് നമ്മളത് അമർത്തും. അപ്പോൾ ഈ ബ്രെഡ് പൊടിപൊടിയായിട്ട് പുറത്തേക്ക് വരും. അപ്പോൾ ഇത് തിന്നാനായിട്ട് ഫുൾ മീനുകൾ നമ്മൾ വരും. ആ സമയത്ത് നമ്മുടെ ചുറ്റും മീനുകളായിരിക്കും, കുറേ മീനുകൾ. പക്ഷെ ആ പരിപാടി ഇപ്പോൾ നിർത്തി. അതേപോലുള്ള ഒരു ആഗ്രഹമായിരുന്നു ഞങ്ങൾ 3 പേരും ചേർന്നിട്ടുള്ള കടലിനടിയിലത്തെ ഒരു ഗ്രൂപ്പ് ഫോട്ടോ. അത് നടന്നു കേട്ടാ. അതുപോലെ തന്നെ ഒരു ഇമ്പോർട്ടന്റ് പരിപാടിയാണ് നമ്മുടെ ഈ മൂക്കും കണ്ണും അടച്ചിട്ടുള്ള ഈ മാസ്കിന്റെ ഉള്ളിലേക്ക് വെള്ളം പോകും. ഈ വെള്ളത്തിന് നമ്മൾ ഈ കാണുന്നത് പോലെ പുറത്തേക്ക് തള്ളിക്കളയണം, അല്ലെങ്കിൽ നമ്മുടെ മൂക്കിന്റെ ഉള്ളിലേക്ക് പോകാൻ ചാൻസ് കൂടുതലാണ്. ഞാൻ വിചാരിച്ച പോലെ മീനുകളിൽ ഒരു തള്ളിച്ച കണ്ടില്ലെങ്കിലും മേലെ ചെന്നിട്ട് ഇതിന്റെ ക്ഷീണം നമ്മൾ തീർക്കൂട്ടാ. കഴിഞ്ഞ സെപ്റ്റംബർ 27-ാം തീയതിയാണ് ഞങ്ങൾ സ്കൂബ ഡൈവിന് പോയത്. അന്ന് തന്നെയായിരുന്നു ഡാഡിയുടെ അമ്മച്ചേരി 31ാമത്തെ വിവാഹ വാർഷികം. ഞാനിത് മുന്നേ കണ്ടുവച്ച് പ്ലാൻ ചെയ്തിരുന്നു കേട്ടാ. ഒരു കേക്കൊക്കെ ഓർഡർ ചെയ്ത് റെഡിയാക്കി വെച്ച് കാലത്ത് തന്നെ പോയി വാങ്ങി ഈ ബോട്ടിൻ്റെ ഉള്ളിൽ വെച്ചായിരുന്നു. ഇവർ 2 പേര് ലക്ഷദ്വീപിലേക്ക് വന്നപ്പോഴേ ഞാൻ തീരുമാനിച്ചിട്ടുള്ളത് ഇവർക്ക് 2 പേർക്കും ഒരിക്കലും മറക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു സർപ്രൈസ് കൊടുക്കണമെന്ന്. എന്തായാലും സംഭവം കിടുക്കി. മീറ്ററിന്റെ ഡൈവിന് പോയപ്പോഴാണ് ഞാൻ ഒരു കാര്യം മനസ്സിലാക്കിയത്. ഒരു ഇച്ചിരിയോടും ധൈര്യം ഉണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും 4 മീറ്ററിന്റെ പോകരുത് കേട്ടോ. വളരെ വ്യത്യാസമുണ്ട്. അടിപൊളി കാഴ്ചകളാണ്. 4 മീറ്ററിനേക്കാൾ ഒരു 4-5 മടങ്ങ് അടിപൊളി കാഴ്ചകൾ നമുക്ക് 12 മീറ്റർ ഡൈവിൽ കാണാൻ പറ്റൂട്ടാ. ഇന്നിപ്പോൾ നമ്മൾ ഡയറക്റ്റ് 12 മീറ്ററിന്റെ ഡൈവിന് പോവാട്ടോ. ഡാഡി അമ്മച്ചും ഞാനും കൂടിയാണ് 4 മീറ്ററിന്റെ ഡൈവിന് പോയെങ്കിൽ ഈ പ്രാവശ്യം 12 മീറ്റർ ഡൈവിന് പോകുന്നത് നമ്മുടെ അളിയനോ അനിയത്തിയാട്ടാ. ഈ ടീമിന്റെ ഒപ്പം കടലിലേക്ക് പോയി ഞാൻ എന്താ ചെയ്തതെന്ന് ഈ വീഡിയോയുടെ അവസാനം കാണിക്കാട്ടാ. ഞാൻ പേഴ്സണലായിട്ടൊരു കാര്യം പറയട്ടെ. നമ്മൾ മലയാളികൾ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ലക്ഷദ്വീപിൽ വന്ന് നമ്മൾ കടലിന്റെ അടിഭാഗം എക്സ്പ്ലോർ ചെയ്യണം. ഈ സ്കൂബ ഡൈവ് സെന്ററിലെ 4 മീറ്റർ ഫ്രീ ഡൈവിന് 3000 രൂപയും 12 മീറ്ററിന് 4000 രൂപയാണ് കേട്ടോ. പക്ഷെ ഈ 3000-4000 വേർത്താണ്, കട്ട വേർത്ത്. ഒരു 100 രൂപ എക്സ്ട്രയും കൊടുത്താൽ നമുക്ക് സ്വിമ്മിങ് സൂട്ടും കിട്ടും. ഇപ്പൊ അറിയേണ്ടതെല്ലാം അറിഞ്ഞില്ലേ? ഇനി വല്ല ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ പോടിടാം. ഒരു 10-12 മീറ്റർ അടി എത്തുമ്പോൾ നമുക്ക് കുറെ ചെറിയ മീനുകളുടെ ഒരു കൂട്ടം, പിന്നെ അതിൻ്റെ ഒരു ഒഴുക്ക്, അടിപൊളി ഒരു സീനാണ് അത്. ആയാലും 12 മീറ്റർ ആയാലും ഇവൻ ബീച്ചിലാണെങ്കിൽ പോലും മണലിൽ നമ്മൾ കളിക്കും. അതേപോലെ നമുക്ക് കടലിന്റെ ഏറ്റവും അടി പോയിട്ട് മണൽ ഇങ്ങനെ മേലേക്ക് എറിഞ്ഞ് കളിക്കുകയൊക്കെ ചെയ്യാട്ടോ. നല്ല അടിപൊളി പരിപാടി അത്. നമ്മളിങ്ങനെ വെള്ളത്തിന്റെ ഒഴുക്കിൽ പോകുമ്പോൾ ഓപ്പോസിറ്റ് സൈഡിൽ നല്ല അടിപൊളി കളർഫുൾ ആയിട്ടുള്ള മീനുകൾ നമ്മുടെ ഓപ്പോസിറ്റ് വരിക. അടിപൊളി അല്ലാതെ ചില സ്ഥലങ്ങളിലെ മണലിന്റെ അടിയിൽ ഇങ്ങനെ ചില ജീവികൾ ഒളിച്ചിരിക്കുന്നുണ്ടാവും. ഈ കിടക്കണ തെരണ്ടിയുടെ വാലുകൊണ്ട് ഒരു അടി കിട്ടി കഴിഞ്ഞാൽ 8ന്റെ പണി കിട്ടും. പക്ഷെ പേടിക്കണ്ട, എങ്ങോട്ടാ പോണ്ടേ, എങ്ങോട്ടാ വരണ്ടേ, എന്തൊക്കെ കാണണം എല്ലാം നമ്മുടെ ഡ്യൂഡിന് അറിയാം. നമ്മുടെ ഇൻസ്ട്രക്ടർ എല്ലാം നമുക്ക് പറഞ്ഞുതരും. പിന്നെ ഒരു കാര്യം, അയ്യോ എനിക്ക് ക്യാമറ ഇല്ലല്ലോ എങ്ങനെ ഷൂട്ട് ചെയ്യും എന്നൊന്നും വിചാരിച്ച് വിഷമിക്കണ്ട കേട്ടാ. നമ്മുടെ ടീമിന്റെ ഒപ്പം ക്യാമറയ്ക്ക് മാത്രമായിട്ട് ഒരാളുണ്ട്. ആള് അടിപൊളിയായിട്ട് വീഡിയോസും നല്ല ഫോട്ടോസും എടുത്തു തരും. ഇനി ഇവര് പോയപ്പോ ഞാൻ എന്താ ചെയ്തതെന്ന്, ഞാൻ ഇവരുടെ റെസ്ക്യൂ റിംഗ് എടുത്ത് അതിൽ തൂങ്ങി പിടിച്ച് വെള്ളത്തിൽ നല്ല കളിയായിരുന്നു. കുറെ മീനുകളൊക്കെ കാണാൻ പറ്റിട്ട് വന്ന ബോട്ടിലിരുന്ന ചേട്ടൻ എനിക്കൊരു കമ്പനി ആയിരുന്നു കേട്ടോ. ആൾ അടി പോയി മണൽ വാരുന്നു, മണൽ കടത്തുന്നു. ഞാൻ എന്റെ കളികളൊക്കെ ആയിട്ട് അടിപൊളിയായിട്ട് സമയം പോയത് അറിഞ്ഞില്ല. ഇപ്പൊ എന്റെ ബാക്കിൽ കാണുന്നതാണ് കവരത്തി ഐലൻഡ്. അപ്പോഴാണ് ചേട്ടൻ പറഞ്ഞത് കേറി നമ്മുടെ ചെക്കന്മാരവിടെ പൊങ്ങിയിട്ടുണ്ട്. കടലിനന്ന് നല്ല ഒഴുക്കുള്ളതുകൊണ്ട് അവർ ഇറങ്ങിയ സ്ഥലത്തൊന്നല്ല പൊങ്ങിയത്. ചേട്ടൻ ബോട്ടിന്റെ ആങ്കറൊക്കെ വലിച്ചു കയറ്റി വെച്ച ഒരു 100-110 അല്ല ചെറിയ സ്പീഡിൽ അവരുടെ അടുത്തേക്ക് വിട്ട്.
ലാളിതയായി വന്നിരിക്കുകയാണ്. കേറി അങ്ങനെ നമ്മൾ അല്ല എന്താ എവറസ്റ്റ് മല ഇതിനേക്കാൾ സിമ്പിളാ. അപ്പോൾ ഗായ്സ് ഞങ്ങളുടെ സ്കൂബ ഡൈവിങ് അവസാനിച്ചിരിക്കുകയാണ്. നല്ല വിശപ്പുണ്ട്. ഇപ്പൊ കവരത്തിയേക്ക് ഉന്നം വെച്ചുകൊണ്ട് നമ്മൾ തിരിച്ചു പോവാണ്. അവിടെ ചെന്ന് വയർ നിറച്ച് പുട്ടടിച്ചിട്ട് കിടന്നുറങ്ങണം. എന്നാൽ പിന്നെ ഞാനായിട്ട് യൂട്യൂബിന്റെ ചിട്ടവട്ടങ്ങളൊന്നും തെറ്റിക്കുന്നില്ല. സ്കൂബ കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളിട്ട് കമന്റ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ പാക്കലാം.